നവയുഗത്തിൻ്റെ സുവിശേഷ ദീപം കരങ്ങളിൽ ഏന്തിക്കൊണ്ട് പുത്തൻ കാലഘട്ടത്തിലേക്ക് ധീരതയോടെ സഞ്ചരിക്കുന്ന വൈദികരോടൊപ്പമാണ് ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ യാത്ര. ഇത് ഫാദർ ഷിബു OCD, എറണാകുളം POCയിലെ ഇപ്പോഴത്തെ ഡീൻ ഓഫ് സ്റ്റഡീസ്. മികച്ച സംഘാടകനും മികച്ച ധ്യാന ഗുരുവും ജീസസ് യൂത്ത് പോലെയുള്ള യുവജന മുന്നേറ്റങ്ങളിൽ ശക്തമായി പ്രശോഭിക്കുകയും ചെയ്യുന്ന വൈദികൻ. ദിവ്യകാരുണ്യത്തിൻ്റെ പ്രവാചകനായി ദൈവരാജ്യവയലിൽ തളരാതെ മുന്നേറുന്ന പുരോഹിതൻ. തികച്ചും വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ആശയങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷ ദീപം അനേകർക്കായി പകരുന്ന ജീവിതം. തൻ്റെ ആത്മീയ ജീവിത പാതയിൽ ദൈവം നടത്തുന്ന വഴികളെ ഷിബു അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഷിബു അച്ഛ, ജോഷുവ പ്രോഗ്രാമിൻ്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. താങ്ക് യു. അച്ഛൻ്റെ ആദ്യ എപ്പിസോഡിൽ വളരെ ഹൃദ്യമായ പങ്കുവയ്ക്കലുകളായിരുന്നു. പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളും അച്ഛൻ ഷെയർ ചെയ്തത് അനേകർക്ക് പ്രചോദനമായിട്ടുണ്ട്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ വളരെ പരിചയമുള്ള ഒരാളായിട്ട് പോലും ഒത്തിരി കാര്യങ്ങൾ ഏറെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ പങ്കുവയ്ക്കലുകൾ. പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു ബാല്യകാലം, അച്ഛനെ പ്രത്യേകിച്ച് പെരുമ്പടപ്പുകാരനായതുകൊണ്ട് തന്നെ കർമലൈറ്റ് OCD കോൺഗ്രിഗേഷനിലെ വൈദികരുമായുള്ളൊരു അടുപ്പം, അത് അച്ഛനെ ഒരു വൈദിക ജീവിതത്തിലേക്കുള്ളൊരു വിളി കണ്ടെത്താൻ സഹായിച്ച സാഹചര്യങ്ങൾ. 9ാം ക്ലാസ്സിൽ അപ്പച്ചനെ നഷ്ടപ്പെട്ടപ്പോൾ മുതൽ വീട്ടിലെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഒക്കെ അച്ഛനും കൂടി ആകേണ്ടി വന്നതും അമ്മയുടെ കഷ്ടപ്പാട് അച്ഛന് നൽകിയൊരു പ്രചോദനമൊക്കെ അച്ഛൻ പങ്കുവച്ചു. ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം, ഒരുപക്ഷെ മാനുഷികമായ കണ്ണിൽ അച്ഛന് ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിക്കപ്പെടാവുന്ന ധാരാളം ഉത്തരവാദിത്തങ്ങളാണ് ദൈവം ഓരോ സമയത്തും അച്ഛനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനച്ഛൻ പറഞ്ഞൊരു മറുപടിയാണ് എന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു കാര്യം. അച്ഛൻ പറഞ്ഞതാണ്, അതായത് പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു, ദൈവം എന്നിലൂടെ നടത്തുന്നു, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നിലൂടെ അത് ചെയ്യുന്നത്, ഞാനല്ലെന്ന്, എന്നെ തോൽപ്പിക്കാതെ, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്നെ തോൽപ്പിക്കാതെ ദൈവാത്മാവ് എന്നിലൂടെ നടത്തുന്നു എന്ന് അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ, അതാണ് അച്ഛൻ്റെ ബലം. അച്ഛൻ്റെ മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിയുടെയും ബലമാവേണ്ടത് അത് തന്നെയാണ്. അച്ഛൻ്റെ ഓരോ വാക്കുകളിലെ ഓരോ തീക്ഷ്ണതയും ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാനൊരു കാര്യം ഇടയ്ക്ക് ശ്രദ്ധിച്ച്, ഷിബുഅച്ഛൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ മുഴുവൻ പേര് ഷിബു സേവ്യർ എന്നാണ്. എന്താണ് ഈ സേവ്യർ എന്നുള്ള പേര് വരാൻ കാരണം? അത് മാമോദിസ പേരാണ്, സേവ്യർ മാമോദിസ, അതാണ് ഒഫീഷ്യൽ പേര്. ശരിക്കും പേര് വന്നാണ് ഷിബു സ്നേഹിച്ച് വിളിച്ച് ഷിബുവായി വന്നാണ്. ഫ്രാൻസിസ് സേവ്യറിനെ അല്ലേ? ഫ്രാൻസിസ് സേവ്യറാണ് എൻ്റെ വിശുദ്ധല്ലോ അച്ഛൻ്റെ മിഷണറി തീക്ഷ്ണത. അതിനെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഒരു ഞാൻ അത്ഭുതത്തോടെ നോക്കാറുണ്ട് ആ വിശുദ്ധൻ എൻ്റെ വിശുദ്ധനായതിൽ. പലപ്പോഴും എൻ്റെ അധികാരികൾ സംശയിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇത്രയും ഓടുന്നു. അച്ഛൻ എല്ലായിടത്തും ഉണ്ട്, എല്ലാ പ്രോഗ്രാമിലും അച്ഛൻ കാണുന്നു. ആദ്യം അവർ അത്രയും ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലും ഐ മെയ്ഡ് ഇറ്റ് എ പോയിന്റ്. എൻ്റെ സഭയുടെ പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടാകണം, ഞാൻ പോകണം, അവിടെ ഞാൻ ഞാൻ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. അതിനെല്ലാം പ്രചോദനം നൽകിയത് ഫ്രാൻസിസ് സേവ്യർ എന്ന വിശുദ്ധൻ തന്നെയാണ്. വിശുദ്ധൻ ഒത്തിരി ഓടിയിട്ടുണ്ട്, ഒത്തിരി പേര് മാമോദിസ മുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിശുദ്ധൻ്റെ ഈ മാതൃകയും ചൈനയിൽ പോകാനുള്ള സ്വപ്നങ്ങൾ എന്നെ ഇന്നും പ്രചോദിപ്പിക്കുന്നു. എവിടെ പോകാനുള്ള സ്വപ്നങ്ങൾ? ചൈനയിൽ പോകാനാണ് അച്ഛൻ്റെ സ്വപ്നം. എൻ്റെ അവസാന നാളുകൾ ചൈനയിലാകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അല്ല, മിഷനിലായിരിക്കുക, മിഷന് വേണ്ടി മരിക്കുക, ആരും അറിയാൻ പാടുന്ന സ്ഥലത്ത് പോയി മരിക്കുക, അതാണ് ഇപ്പോഴും മനസ്സിൽ എന്നെ പ്രചോദിപ്പിക്കുന്ന ഘടകം. വിശുദ്ധന് പ്രാർത്ഥിക്കാറുണ്ട്, അടുത്ത മിഷനിലേക്ക് എന്നെ നയിക്കണമേ. ലോകം മുഴുവൻ പോകണമെന്ന് മോഹമുണ്ട്. അതിന് എന്നെ ജീസസ് കുടുംബം സഹായിക്കുമെന്ന് തിരിച്ചറിയുന്നു. ഞാൻ വളർന്നത് അങ്ങനെ തന്നെയാണ്. കരസ്മാറ്റിക് ആകാതിരുന്ന എന്നെ ജീസത്തിൽ വന്ന് പെട്ട് അവിടെ എന്നെ യുവജനങ്ങൾ സ്നേഹിച്ചു. അവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് എനിക്ക് പ്രചോദനം നൽകി. അവരോട് ശാന്തമായിട്ടിരിക്കുമ്പോഴും ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കൂടെ പ്രാർത്ഥിച്ചു തുടങ്ങി. അവരുടെ യാത്രയിൽ ഞാൻ കണ്ടു, രാജേഷ് മോസസിനെ പോലെ തീക്ഷണതയോട് ഓടുന്ന ഒത്തിരി പേര്, മനുചേട്ടനെ പോലെ ഓടുന്ന കുറേ പേര്, എഡിച്ചേട്ടനെ പോലെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന കുറേ ചേട്ടന്മാർ, കുറേ ഫുൾ ടൈമേഴ്സ് ചേട്ടന്മാരുണ്ട്. റൈജുവിനെ പോലെ ഒക്കെ ജീവിതം ഇതിനു വേണ്ടി റിസ്ക് എടുക്കുന്ന കുറേ പേര്, കുറേ പേരുടെ പേരുകൾ ഇനിയും പറയാനുണ്ട്, മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം എന്നെ പ്രചോദിപ്പിക്കുന്നു. കാരണം അവരുടെ പൈസയും സമയവും ഭാവിയും എല്ലാ മഹത്വവും മാറ്റിവെച്ച്, എല്ലാ ജോലിയും മാറ്റിവെച്ച് കർത്താവിൻ്റെ സേവനം ചെയ്യാൻ വേണ്ടി ലീവ് എടുത്ത് വരുന്നവർ ഒത്തിരി പേരുണ്ട്. അതെല്ലാം എന്നെ പ്രചോദിപ്പിക്കുന്നു. ജീസത്താണ് എന്നെ ഇങ്ങനെ ഇത്തിരി നല്ലൊരു വൈദികനായിട്ട്, മിഷണറി വൈദികനായിട്ട് ജീവിക്കാൻ എന്നെ സഹായിച്ചത്.
അച്ഛൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇൻ്റർഫിയർ ചെയ്യുക. ഈ കരിസ്മാറ്റിക് അല്ലാതിരുന്ന എന്നെ കരിസ്മാറ്റിക് ആക്കി എന്നുള്ളതിൻ്റെ അർത്ഥം, കരിസ്മാറ്റിക് അല്ലാതിരുന്ന എന്നെ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അച്ഛനെ കരിസ്മാറ്റിക് ആക്കിയെന്നാണ്. എന്താ അച്ഛൻ പറയാൻ ശ്രമിക്കുന്നത് ഈ കരിസ്മാറ്റിക് ആയി എന്ന് പറയുന്നതിലൂടെ കുറച്ചുകൂടെ? ഞാൻ ഓർക്കുന്നു, വീട്ടിൽ അമ്മച്ചി രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നും എനിക്ക് അസ്വസ്ഥമായിരുന്നു. ചില സമയത്തൊക്കെ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ അമ്മച്ചി എന്നും 3 മണിക്ക് എഴുന്നേറ്റ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സ്തുതിപ്പൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. കാരിസംസ് ഉണ്ടെന്നറിയാമെങ്കിലും ഈ ഇവിടെ യുവജനങ്ങൾ വന്നിരിക്കുമ്പോഴും സ്തുതിപ്പ് ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നത് യുവജനങ്ങൾ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. ആത്മാവിൻ്റെ പ്രവർത്തനം, ആത്മാവ് എന്നെക്കുറിച്ച് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു മനസ്സിലാക്കുന്നത് യുവജനങ്ങൾ കൂടിയപ്പോഴാണ്. ആത്മാവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യുവജനങ്ങൾ എന്നെ വീണ്ടും പല രീതിയിൽ അവരുടെ വരങ്ങളും അവരുപയോഗിക്കുന്നതൊക്കെ എന്നെ ഒന്ന് മാറി ചിന്തിക്കാനും മാറി നടക്കാനും പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാനും ഒക്കെ എന്നെ പ്രേരിപ്പിക്കുന്നു. അച്ഛന് ഈ പ്രത്യേകിച്ച് ഈ അങ്ങനത്തെ ഒരു ജീവിത രീതിയിൽ വന്നതുകൊണ്ട് തന്നെ ഇന്ന് അച്ഛനെ ധാരാളം സ്ഥലത്ത് ഞാൻ കാണുമ്പോഴൊക്കെയും അച്ഛൻ ഒത്തിരി സ്ഥലത്ത് പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോഴും ഒത്തിരി സ്ഥലത്ത് അച്ഛനായിരിക്കുമ്പോഴും അച്ഛൻ്റെ ഒരു സാന്നിധ്യവും, ഈവൻ അച്ഛൻ വലിയൊരു പ്രാസംഗികൻ ആണോ എന്ന് എനിക്കറിയത്തില്ല, ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും അതേസമയം അച്ഛൻ്റെ ധാരാളം പ്രസംഗങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ യുവജനങ്ങളോടൊപ്പം കുർബാനയിലെ ഹോംലിയും അങ്ങനത്തെ ധാരാളം പങ്കുവെക്കലുകൾ വലിയ അനുഭവമാകുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ, പക്ഷേ സാധാരണ ഭാഷയിലാണ്, സാധാരണക്കാരെ പോലെയാണ്, അത് ഒത്തിരി അനുഭവമാകുന്നുണ്ട്. അച്ഛൻ്റെ ഈ ഒരു പടിപടിയായ വളർച്ചയിൽ അച്ഛനെ തീർച്ചയായിട്ടും പല വിധത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ പറയുന്നത് കോൺഗ്രിഗേഷൻ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയാണല്ലോ, അച്ഛനൊരു OCD വൈദികനാണെന്നുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രിഗേഷൻ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു കരിസ്മാറ്റിക് ജീവിതശൈലി സഹായിച്ചിട്ടുണ്ട്. യുവജനങ്ങളോടുള്ള പ്രവർത്തനവും അച്ഛനെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അച്ഛൻ പറയാൻ തുടങ്ങിയത് ഒന്നുകൂടെ കൃത്യമായി പറയാൻ പറ്റുമോ? ഈ യുവജനങ്ങളുമായിട്ടുള്ളൊരു ജീവിതം അച്ഛൻ്റെ ഒരു വൈദിക ജീവിതത്തിലെ ഒരു മിഷണറി ചിന്തയെയും ഒരു വൈദിക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിളിയെയും കൂടുതൽ അച്ഛനെ ബോധ്യപ്പെടുത്തി എന്ന് പറയാവുന്ന ചില മേഖലകൾ, അല്ലെങ്കിൽ അതെങ്ങനെ അച്ഛനെ സ്വാധീനിച്ചു? ഞാൻ അവരുടെ കൂടെ നടന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമെന്ന് പഠിച്ചത്. എനിക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, അച്ഛനെന്ന നിലയ്ക്കുള്ള ലിമിറ്റേഷൻസ്, കോൺഗ്രിഗേഷൻ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മരിയൻകുളി പഠിക്കാൻ വന്നു, അവർ കൂടി ഇരുന്നപ്പോൾ രാത്രിയും പകലും ഓടുന്നവരെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഓടണം, അനുവാദം മേടിക്കണം അധികാരികളോട്, പക്ഷേ ഇവരുടെ കൂടെ ഓടിയേ മതിയാകൂ. അങ്ങനെ പല സമയത്തും ഞാൻ അവരുടെ കൂടെ നടന്നു തുടങ്ങിയപ്പോൾ അവർ എന്നേക്കാൾ കൂടുതൽ ഓടുന്നു. പലരും ഞാൻ കേട്ടിട്ടുണ്ട്, അവർ പകല് പ്രോഗ്രാമിന് പോകുന്നു, രാത്രി വന്ന് അവർ പറമ്പിൽ പണിയെടുത്ത് വാഴ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തീക്ഷ്ണതയോടെ ഓടുന്ന യുവജനങ്ങൾ, അത് ജീശുദ്ധ യുവജനങ്ങൾ എന്നെ കൂടുതൽ അന്നും ഇന്നും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ജോബിയെ മറക്കാൻ പാടില്ല. ജോബി എന്ന കുഞ്ഞു മനുഷ്യൻ, ആ മനുഷ്യനാണ് എന്നെ ഇതിലേക്ക് കുറച്ചുകൂടി ഈ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവന്നത്. ജോബി ഇന്നും തീക്ഷ്ണതയോടെ ഇതിനുവേണ്ടി യുവജനങ്ങൾക്ക് സ്വപ്നം കാണുന്നു, എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഓരോ സമയത്തും ഒത്തിരി കഥാപാത്രങ്ങൾ, റിനോയ്, റോബിൻ, ഇവരൊക്കെ ജീസസുമായി ബന്ധപ്പെട്ട് അച്ഛൻ പ്രവർത്തിച്ചപ്പോൾ പരിചയമുള്ളവരാണ്. അവർ ക്യാമ്പസ് ടീമിലെ അംഗങ്ങളായിരുന്നു. അവരൊക്കെ എന്നെ പ്രചോദിപ്പിച്ചു. ഇപ്പോഴും അതിനുശേഷം ഞാൻ ഓൾ കേരള ആനിമേറ്റ് ആകുമ്പോൾ റജിക്കാരോട്ട്, അതിൻ്റെ കൂടെ ടീമംഗങ്ങളായിരുന്ന കുറേ പേര്, കുറേ ആനിമേറ്റേഴ്സ്, ഇവരെല്ലാം വീണ്ടും പ്രചോദിപ്പിക്കുന്നു. ഞാൻ ഫുൾ ടൈമർ ആയിരുന്നപ്പോഴും ജോർജ് KP, എന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ജോർജ് KPയോട് ഞാൻ ഓൾ ഇന്ത്യ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ യുവജനങ്ങൾ തന്നെ, അവിടുത്തെ യുവജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം മറന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നതൊക്കെ ഒരു മിഷൻ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ ഈ മിഷൻ യാത്രകളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ചോദിക്കുക, അച്ഛൻ്റെ ഒരു മിഷണറി യാത്രകളെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്കുള്ള മിഷണറി യാത്രകളെക്കുറിച്ചുള്ള ചില അനുഭവങ്ങൾ അച്ഛനൊന്ന് പറയാമോ? അത് ദൈവത്തിൻ്റെ കൃപയായിട്ട് കാണുകയാണ്. ഞാൻ ഫുൾ ടൈമേഴ്സിൻ്റെ ആനിമേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, ഫുൾ ടൈമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജീസസ് യൂത്തിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഫുൾ ടൈമേഴ്സ്. അത് 25 വർഷം തികയുന്നു ഈ വർഷം. 25 വർഷമായിട്ട് യുവജനങ്ങൾ 1 വർഷം അവരുടെ പഠനവും ജോലിയും മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി ലോകം മുഴുവൻ പോയി പ്രസംഗിക്കാൻ തയ്യാറാകുന്ന ഡിഗ്രി പഠനത്തിന് ശേഷം അവർ മാറ്റിവെക്കുന്നു. അവരെ ആനിമേറ്ററായപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാനും അവരെ കൂടെ പോയി പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങളാണ് എന്നെ ഇത് പലപ്പോഴും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അവിടുത്തെ മിഷൻ രാജ്യങ്ങൾ കാണാനും മിഷൻ സ്ഥലങ്ങൾ കാണാനും ആ വില്ലേജുകളിൽ പോയി താമസിക്കാനും അവരോട് പ്രാർത്ഥിക്കാനും അവരോട് ഭക്ഷിക്കാനും അവിടെ വൈദികരും സന്യസ്തരും ചെയ്യുന്ന മഹനീയ കാര്യങ്ങൾ കണ്ടു ദൈവം സ്തുതിക്കാനൊക്കെ ഇട നൽകിയത്. ഒരൊറ്റ കാര്യം, അച്ഛൻ ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ മിഷൻ യാത്രകൾ നടത്തിയ സമയത്ത് ഈ യാത്രകൾ അച്ഛൻ്റെ ഒരു ദൈവവിളിയെ, ഒരു വൈദികൻ എന്ന ദൈവവിളിയെ എങ്ങനെ സഹായിച്ചു, എങ്ങനെ അത് ഇന്ന് കേരളത്തിലായിരിക്കുമ്പോൾ എങ്ങനെ ആ മിഷൻ യാത്രകൾ അച്ഛന് ഉപകാരപ്പെടുന്നു? എന്നെ മാറ്റം മറിച്ചു. എൻ്റെ ജീവിതത്തിൽ
കാരണം ഒരു സോഷ്യൽ വർക്കർ ആകണമെന്ന് ചിന്തിച്ചു തന്നെ ഒരു ആത്മാക്കളെ പിടിക്കണമെന്ന ചിന്തയിലേക്ക് ഈ യാത്രകൾ സഹായിച്ചു. അവിടെ സാമൂഹ്യ സേവനത്തപ്പുറത്ത് ക്രിസ്തുവിനെ കൊടുക്കണമെന്ന് എന്നെ പഠിപ്പിച്ചു. അവിടുത്തെ ജീവിത ശൈലികൾ, ബുദ്ധിമുട്ടുകൾ എന്നെ കുറച്ചുകൂടി മനുഷ്യനാകാൻ, മാനുഷിക താഴേക്കിറങ്ങി ചെല്ലാൻ എനിക്ക് അവസരം നൽകി, എന്നെ ചിന്തിപ്പിച്ചു. വീണ്ടും ആ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു, അതെന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഡിഫറെൻറ്റ് പ്രീസ്റ്റ് ആകണമെന്നും അങ്ങനെ ക്രിസ്തുവിനെ ലോകം മുഴുവൻ കൊടുക്കണമെന്നും എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് മുഴുവൻ പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അച്ഛന് ഈ ചൈനയിൽ പോകണമെന്ന് പറഞ്ഞല്ലോ, എന്താണ് അങ്ങനത്തെ ഒരു ആഗ്രഹത്തിന് കാരണം? ഭാവി സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചൈന ഇപ്പോൾ ഓപ്പണല്ല, പക്ഷേ തിരിച്ചറിയുന്നു എൻ്റെ വിശുദ്ധൻ ഒത്തിരി ആഗ്രഹിച്ച സ്ഥലമാണ്. ഭാവി സഭയിൽ ചൈന ഒരു ക്രൈസ്തവ രാജ്യമാകുമെന്നും അവിടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒത്തിരി അൽമായരും വൈദികരും സമർപ്പിതരും ഉണ്ടാകുമെന്നും സ്വപ്നം കാണുന്നു. അവിടെ പോയി അവിടെ ഒരു രക്തസാക്ഷിയാകാനുള്ള ചിന്ത മനസ്സിലുണ്ട്. കാരണം അവിടെ വൈദികർ ആവശ്യമുണ്ട്, അവിടെ ജീവിച്ച് മരിക്കുന്ന വൈദികർ ആവശ്യമുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കുന്ന വൈദികർ ആവശ്യമുണ്ട്. അത് എൻ്റെ വിശുദ്ധനെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോകണം, മരിക്കണം. അച്ഛനെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഈ തീക്ഷ്ണതകളൊക്കെ കേൾക്കുമ്പോഴും എനിക്ക് വളരെ ക്ലിയറായ ഒരു കാര്യം, അച്ഛൻ്റെ ഒരു 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 സത്യസന്ധതയാണ്, അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന ജോലിയോടുള്ള വിശ്വസ്തതയാണ്, അല്ലെങ്കിൽ വളരെ ഒരു നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഏൽപ്പിക്കുന്ന കാര്യങ്ങളോട് അച്ഛൻ കാണിക്കുന്ന ഒരു വലിയ ഒരു ചിന്തയാണ് അച്ഛനെ ഇത്തരത്തിൽ മുൻപോട്ട് നയിക്കുന്നത്. ഞാനത് അങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം, അച്ഛൻ ഞാൻ മുമ്പ് പരാമർശിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ പിന്നീട് പറയാം. എനിക്ക് തോന്നുന്നു ആദ്യ എപ്പിസോഡിലാണ് നമ്മളങ്ങനെ പറഞ്ഞ് ജീസസ് യൂത്തിൻ്റെ ജൂബിലി കോൺഫറൻസ് നടക്കുന്ന ഒരു സ്ഥലം, 22,000 പേര് പങ്കെടുത്തൊരു കോൺഫറൻസിൻ്റെ. അച്ഛൻ അന്ന് കേരളത്തിലെ അനിമേറ്ററാണ്. അച്ഛനെ ഒരുപക്ഷെ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടാവുന്ന സ്ഥലത്ത് ഒരു ബാഡ്ജൊക്കെ കുത്തി സ്റ്റേജിൻ്റെ അവിടെ സൈഡിലൊക്കെ നടന്നാൽ മതിയായിരുന്നു. ഇത്രയും ഏകദേശം 29 രാജ്യത്തു നിന്നുള്ള ആളുകൾ പങ്കെടുത്തൊരു ഇവൻറ്റിൽ എത്രയോ ബിഷപ്സ്, കാർഡിനൽസ്, അച്ഛന്മാർ, സിസ്റ്റേഴ്സ് എല്ലാവരും വരുന്നൊരു സ്ഥലത്ത് അച്ഛൻ ഒരു കേരളത്തിൻ്റെ ജീസസ് യൂത്തിൻ്റെ ആനിമേറ്റർ എന്ന നിലയിൽ അച്ഛൻ ആ സ്റ്റേജിൻ്റെ പരിസരത്തുമൊക്കെ നിൽക്കാവുന്ന ധാരാളം സാധ്യതകളുണ്ടായിരുന്നു. പക്ഷെ അച്ഛനെ ഞാൻ ഒട്ടുമിക്കപ്പോഴും കണ്ടിട്ടുള്ളത് അടുക്കളയിലും ഇങ്ങനെ ആരും കാണാത്ത കഷ്ടപ്പാടുള്ള പണിയുടെ സ്ഥലത്താണ്. ഞാനൊരു രാത്രി വരുമ്പോൾ അച്ഛൻ അടുക്കളയിൽ സ്റ്റോർ പോലെ ക്രീപ്പ് ചെയ്തിട്ടുള്ളൊരു മൂലയിൽ അരിച്ചാക്കുകളുടെ മുകളിലാണ് അച്ഛൻ കിടന്നുറങ്ങുന്നത്. എങ്ങനെയാ അച്ഛാ ഇങ്ങനെയൊരു ആത്മാർത്ഥതയുള്ള, കലർപ്പില്ലാത്ത, ഈ ലാളിത്യത്തോടു കൂടി എന്നാൽ അതിനേക്കാൾ തീഷ്ണതയോടെ ഇങ്ങനെ അലയാൻ പറ്റണം എങ്ങനെയാണ്? മനസ്സിലേക്ക് ഒത്തിരി ചിന്തകൾ വരുന്നുണ്ട്. അത് പറയുമ്പോൾ ഭയങ്കര ആഘോഷത്തിൻ്റെ നിമിഷം വരുന്നത്. പക്ഷേ ഈ ആഘോഷത്തിന് പിറകിൽ പ്രവർത്തിച്ച ഒത്തിരി കരങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടും അവിടെയും ആരാലും അറിയപ്പെടാതെ നിൽക്കുന്ന ഒത്തിരി യുവജനങ്ങൾ പല സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടും ഞാൻ ആഗ്രഹിച്ചു അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കണം. ഞാൻ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് പല സമയത്ത്. തറയിലച്ഛനുണ്ടായിരുന്നു, ബിറ്റാജുണ്ടായിരുന്നു. 3 ആനിമേറ്റേഴ്സ് അച്ഛന്മാർ, ഇൻ്റർനാഷണൽ ആനിമേറ്റർ തറയിലച്ഛനും ഓൾ ഇന്ത്യ ആനിമേറ്റർ ബിറ്റാജു അച്ഛനും ഞാനും കൂടി ഒരുമിച്ച് ഒത്തിരി നിമിഷങ്ങളുണ്ട്. ആ ഒരു പ്രേരണ, ആ പ്രചോദനം, നമുക്ക് ഇവരുടെ കൂടെ ആകണമെന്നുള്ളൊരു പ്രചോദനം ഞാൻ എല്ലായിടത്തും ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ ശുശ്രൂഷ മേഖലയിൽ പോയിരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കൂടെ സമയം ചിലവഴിക്കാനും ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. പ്രേരണ യുവജനങ്ങൾ തന്നെയാണ്. ജിസ്യൂത്ത് യുവജനങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള, നന്മയുള്ള, കലർപ്പില്ലാത്ത സ്നേഹം തന്നെയാണ്. അവരുടെ യേശുവിനെ കൊടുക്കണമെന്നുള്ള എന്നും രാത്രിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു മാതൃക തന്നെയാണ്. അവരുടെ വേസ്റ്റ് എടുക്കുന്ന ആ മാതൃകകൾ തന്നെയാണ്. രാത്രി പോലും ഉറങ്ങാതെ കർത്താവിൻ്റെ മുമ്പിൽ കൈവയ്ക്ക് പ്രാർത്ഥിക്കുന്ന യുവജനങ്ങളുടെ മാതൃക തന്നെയാണ്. അടുക്കളയിൽ ഒരിക്കൽ പോലും സ്റ്റേജിൽ വരാതെ അടുക്കളയിൽ മാത്രം ചിലവഴിച്ച കുറേ യുവജനങ്ങളുടെ മാതൃക തന്നെയാണ്. ഇങ്ങനെ പലയിടങ്ങളിലും ആരും കാണാതെ ഫ്രണ്ടിൽ വരാവുന്ന ഒത്തിരി പേരുണ്ട്. അവിടെയും അത് ആഗ്രഹിക്കാതെ പുറയിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങളുടെ ആ ഒരു ജീവിതശൈലിയാണ് എന്നെ അവരുടെ കൂടെ കൂടാനും അവരുടെ കൂടെ കരം ചേർത്ത് പ്രാർത്ഥിക്കാനും അവരുടെ കൂടെ ആഘോഷിക്കാനും. ഇത് ആഘോഷമാണ്. അവർ കൂടുതൽ ആഘോഷിച്ചിട്ടുണ്ട് പലപ്പോഴും. അവരുടെ ആഘോഷിക്കാനൊക്കെ പ്രേരിപ്പിച്ചത് അതെന്തും പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ദൈവം ഫ്രണ്ടിൽ കൊണ്ടുവരുന്നു. പക്ഷേ പിറകിൽ പ്രവർത്തിക്കുമ്പോഴുള്ള സുഖം, അവരുടെ കൂടെ നിൽക്കുമ്പോഴുള്ള ഒരു നിർവൃതി, അത് ഭയങ്കര വലുതാണ്. അച്ഛൻ കുറച്ച് നാൾ ഒരുപക്ഷെ കേരളത്തിൽ OCD കോൺഗ്രിഗേഷൻ്റെ വളരെ കൃത്യമായ ഒരു കോൺട്രിബ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു വലിയ ശുശ്രൂഷ മേഖലയാണ് മഞ്ഞുമ്മൽ ആശുപത്രി എന്ന് പറയുന്നത്. ഒത്തിരി പേർക്ക് വലിയൊരു ആശ്വാസം, പ്രത്യേകിച്ച് ആ പ്രദേശത്തുകാർക്ക് വലിയൊരു അനുഗ്രഹം. അച്ഛൻ മഞ്ഞുമ്മൽ ആശുപത്രിയുടെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുമായിരുന്നു കുറച്ച് നാൾ. പിന്നെ നിങ്ങളൊരു ആയുർവേദ ആശുപത്രിയുടെയും കുറച്ച് നാളത്തെ നടത്തിപ്പ് ചാർജ് അച്ഛനായിരുന്നു. ഈ ഒരു ശുശ്രൂഷ മേഖലയിലും അച്ഛന് ഇത്തരത്തിലുള്ളൊരു ഒരു എന്താ പറയുക, ദൈവപരിപാലനം കാണാനും ഒരു പ്രേക്ഷിത ദൗത്യം അതിൽ സംതൃപ്തനാവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. കാരണം അവിടെ വരുന്നത് പാവങ്ങളാണ്. പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം
ഡോക്ടേഴ്സ് എല്ലാം നമ്മൾ പറയുന്ന പോലെ ചെയ്യുന്നവരാകണം നിർബന്ധമില്ല. ബിസിനസ് അംശങ്ങൾ എല്ലായിടത്തും ഉണ്ട്. കഷ്ടപ്പെടുന്ന രോഗികളെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ അവരുടെ കൂടെ സമയം ചിലവഴിച്ചും അവരെ സഹായിച്ചും അവരെ കുറച്ച് ഇളവ് ചെയ്ത് കൊടുക്കാൻ സഹായിച്ചും പലപ്പോഴും ആയുർവേദ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്തും ഒക്കെ ചെയ്തപ്പോൾ ദൈവം എന്നെ ഇതിലേക്ക് സഹായിച്ചെന്ന് പറയാം. ആ ഒരു ശുശ്രൂഷ, പക്ഷെ അവിടെ അങ്ങനെ വരുന്ന ആളുകളുടെ അടുത്തായിരിക്കുമ്പോഴും കർത്താവിൻ്റെ ഈ ഒരു വലിയ ഒരു പ്രേക്ഷിത ചൈതന്യം അച്ഛനെ അവർക്കും അവരിൽ നിന്ന് അച്ഛനും അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ അച്ഛൻ പറഞ്ഞ ഒരു വാക്കിലേക്ക് തിരിച്ചു പോവുക. അച്ഛൻ പറഞ്ഞ സോഷ്യൽ വർക്കറാവാൻ വേണ്ടി പഠിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിരുന്ന എന്നെ, അല്ലെങ്കിൽ എനിക്ക് ആത്മാക്കളെ പിടിക്കുന്ന എന്ന വാക്കാണ് അച്ഛൻ ഉപയോഗിച്ചത്. പക്ഷേ ഞാൻ കുറച്ച് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ ആത്മാക്കളെ നേടുന്ന ഒരാളായി അച്ഛനെ മാറ്റി, അല്ലെങ്കിൽ അങ്ങനെ മാറി എന്ന് അച്ഛൻ പറയുന്നൊരു വാക്ക് ഞാൻ പിക്ക് ചെയ്യുക. അച്ഛൻ ഇന്ന് ആത്മാക്കളെ നേടാൻ പറ്റുന്ന വിധത്തിൽ എവിടെയായിരുന്നാലും അവർക്ക് ഈശോയെ കൊടുക്കണം എന്നുള്ളൊരു തീഷ്ണതയാണല്ലോ ഈ ആത്മാവിനെ നേടുക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ജീവിതത്തിൽ ഏത് ശുശ്രൂഷാ മേഖലയിലായിരുന്നാലും, ഞാനിപ്പോൾ ഈ ഹോസ്പിറ്റലും ഒക്കെ പറയുമ്പോഴും അത് കണക്ട് ചെയ്യുക, ഏത് ശുശ്രൂഷാ മേഖലയിലായിരുന്നാലും ഈ ഒരു ആഗ്രഹമല്ലേ അച്ഛനെ മുമ്പോട്ട് നയിക്കണത് ആണോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അച്ഛൻ എന്താ പറയാൻ തോന്നുന്നത്? യേശുവിനെ പങ്കുവയ്ക്കുന്നതിൻ്റെ ആ ഒരു ആത്മാക്കളെ നേടുക എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ, ക്രിസ്തുവിനെ കൊടുക്കുക, ആദ്യ ചിന്ത സഹായം ചെയ്യുക എന്നായിരുന്നു. I used to define, I want to become a social worker. That was the definition I gave in the beginning. സാമൂഹ്യ സേവകനാകുക. പിന്നീട് ഞാൻ അത് മാറ്റി എഴുതി. അങ്ങനെയല്ല, ഒരു കരസ്മാറ്റിക് സോഷ്യൽ വർക്കർ, ക്രിസ്തുവിനെ കൊടുക്കുന്ന, ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്ന ഒരു സോഷ്യൽ വർക്കറാണ്. എനിക്ക് ഭയമുണ്ടായിരുന്നു പ്രസംഗിക്കാൻ, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇന്നെനിക്ക് അങ്ങനത്തെ ഒരു ഭയമില്ല. ഞാനത് പഠിച്ചത് ശാലം കൺവെൻഷനാണ്. ഞങ്ങളുടെ കരസ്മാറ്റിക് നവീകരണത്തിൻ്റെ കൺവെൻഷൻ പാലായിൽ നടക്കും, ബെഡ് ശാലം കൺവെൻഷൻ. അന്ന് എന്നെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പഠിപ്പിച്ചു. നാവില്ലാതെ, ശബ്ദമില്ലാതെ, മൈക്കില്ലാതെ 10,000 കൂടി പ്രസംഗിക്കാമെന്ന്. സംഭവം ഇങ്ങനെയാണ്. അവസാന ദിവസം നല്ല മഴയാണ്, മൈക്ക് സെറ്റെല്ലാം ഓഫാണ്, ആരും സ്റ്റേജിലില്ല. ആദ്യം രാവിലെ വരുമ്പോൾ എല്ലാവരും അസ്വസ്ഥമായിട്ട് ഇരിക്കുന്നു, ആരും പ്രാർത്ഥിക്കാനോ ലീഡ് ചെയ്യാനോ ഇല്ല. അന്ന് ഞാൻ ആ സ്റ്റേജിൻ്റെ പരിസരത്തുണ്ട്, മറ്റുള്ള അച്ഛന്മാർ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പോൾ കരസ്മാറ്റിക്കിലും ജീസസിലുള്ള ഷിജു ഒക്കെ അടുത്തിരിപ്പുണ്ട്. ഞാൻ ഷിബുവിനെ വിളിച്ചു. ഞങ്ങൾ സ്റ്റേജിൽ കയറി, മൈക്കൊന്നും ഓണല്ല, പലരും പല സ്ഥലത്തിരിക്കണേ. ഞാൻ കൈ പൊക്കി ഷിബുവിനോടൊപ്പം സ്തുതിച്ചു തുടങ്ങി. 1.5 മണിക്കൂർ എങ്ങനെ സ്തുതിപ്പ് പോയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ സമ്മതിക്കാതെ കൈയുത്തി ആത്മാവിൽ നിറഞ്ഞ് യേശു പറഞ്ഞപ്പോൾ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ 1.5 മണിക്കൂർ പരിശുദ്ധാത്മാവ് ആ ഒരു കൂട്ടായ്മയെ അവിടെ നിലനിർത്തി. 1.5 മണിക്കൂർ ശേഷം സൗണ്ട് വന്നപ്പോൾ എല്ലാവരും ആ ഒരു കൃപയിൽ അടുത്ത ശുശ്രൂഷയിലേക്ക് കയറി. ദൈവം അപ്പോൾ അന്ന് എന്നെ ദൈവം പഠിപ്പിച്ചു, ഭാഷയല്ല പ്രധാനപ്പെട്ടത്, ആത്മാവ് പ്രവർത്തിച്ചോളും, നീ ഉപകരണമാവുക. വീണ്ടും ഞാൻ പഠിച്ചു. യുവജനം കൂടി നടന്നപ്പോൾ വചനങ്ങൾ പ്രഘോഷിക്കുന്ന യുവജനങ്ങളെ ഞാൻ കണ്ടപ്പോൾ വചനത്തിൽ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തി. ബൈബിളല്ല പ്രധാനപ്പെട്ടത്, ബൈബിളിലെ വചനം ക്രിസ്തുവാണ്, ജീവിക്കുന്നവനാണ്, അവൻ പ്രവർത്തിച്ചുകൊള്ളും. വചനം എടുത്ത് ഉപയോഗിച്ചു തുടങ്ങുക, വചനം പങ്കുവെച്ചു തുടങ്ങുക, അവിടെ ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവാകും. വീണ്ടും ഞാൻ യുവജനങ്ങളുടെ ഇടയിൽ സഹിക്കുന്നവരെ കണ്ടു. ഇവൻ ക്രിസ്തുവിൻ്റെ ക്ഷതങ്ങൾ സ്വീകരിച്ച യുവജനങ്ങൾ ജീസസ് കുടുംബത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മിന്നുവിനെ എനിക്ക് മറക്കാൻ വയ്യ, കാരണം ക്രിസ്തുവിനെ സഹിക്കാൻ വേണ്ടി അവൾ ദൈവം ഒരുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ യേശുവിൻ്റെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെയും ക്രിസ്തു സഹനങ്ങളിലൂടെ യുവജനങ്ങൾ സഹിക്കുമ്പോൾ അവിടെ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ സ്വപ്നം ഇതാണ്, ഒരു ദൈവത്തെ ശബ്ദമില്ലാതെ പക്ഷേ എൻ്റെ സാന്നിധ്യം കൊണ്ട് എല്ലായിടത്തും പോയി ലോകം മുഴുവൻ പ്രസംഗിക്കുക, ആ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക, ക്രിസ്തുവിനിലൂടെ സമൂഹത്തെ സേവിക്കുക, അവിടെ സാമൂഹ്യ സേവനം ചെയ്യുക, അപ്പുറത്ത് ക്രിസ്തുവിനെ എല്ലാവർക്കും എത്തിക്കുക എന്നൊരു വലിയ സ്വപ്നമാണ് മനസ്സിൽ കാണുന്നതും കേൾക്കുന്നത്. കാരണം യുവജനങ്ങൾ അവരുടെ ശുശ്രൂഷയിൽ എന്നെ അത് പഠിപ്പിച്ചു. അവർ ഒത്തിരി പേര് നന്നായിട്ട് ചെയ്യുന്നു. അവരെല്ലാം ജോലി രാജിവെച്ച് ചെയ്യാൻ തയ്യാറാവുന്നു. ഹെയ്ത്തിലേക്ക് പോകുന്നവരുണ്ട്, ഉഗാണ്ടയിലേക്ക് ജീസസ് യുവജനങ്ങൾ പോകുന്നുണ്ട്, ആഫ്രിക്കയിലേക്ക് യുഗാണ്ടയിൽ പോയി വന്ന മോസസ് ഉണ്ട്, ഇനിയും സ്വപ്നം കാണുന്നു, കുടുംബമായിട്ട് അടുത്ത സ്ഥലം പ്രതീക്ഷിക്കുന്നു. ഒരു ചേർത്തലയിലുള്ള ജോസ് ബിൻഡോ, സുനിലുണ്ട്, ഒത്തിരി പേര് ജോലി രാജിവെച്ച് പോകാൻ തയ്യാറായിട്ടുള്ളൂ. അവരെല്ലാം എന്നെ പ്രചോദിപ്പിക്കുന്നു, ഇനിയും കർത്താവിനെ കൊടുക്കണം, വചനം പ്രഘോഷിക്കണമെന്ന്. അച്ഛൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ വീണ്ടും പിക്കും. അച്ഛൻ അടിപൊളി അച്ഛൻ പറയണേ. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അടിപൊളി എന്ന് ഞാൻ പറയുമ്പോൾ എത്രയോ പ്രചോദനമാണ്. അച്ഛൻ ഒരു പ്രീച്ചറല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല, അതുപോലെ പവർഫുള്ളായിട്ട് അച്ഛൻ പറയുന്നത്. അതിൻ്റെ കാരണം അച്ഛൻ പറഞ്ഞത് തന്നെയാണ്, അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് ആളിക്കത്തുക. കാരണം അതാണ് അച്ഛൻ്റെ വാക്കിൽ നിന്ന് പുറത്തു വരുന്നത്. അച്ഛൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, അച്ഛൻ എന്തോ ഭംഗിയായിട്ടാണ് പറഞ്ഞത്,
അതായത് ദൈവത്തിൻ്റെ ആ ഒരു ഓരോ രീതിയിലുള്ള പ്രവർത്തന ശൈലി അച്ഛൻ ഓരോ ആളുകളിൽ കാണുന്നു. അച്ഛൻ പറഞ്ഞത് ഒന്ന് അച്ഛൻ ദൈവവചനം അല്ലേ, വചനം ജീവിക്കുന്നത് അച്ഛൻ കാണുന്നു. ഓരോരുത്തരിലൂടെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് അച്ഛൻ കാണുന്നു. ഓരോ ചെറുപ്പക്കാരുടെ ജീവിതം കാണുമ്പോഴും ഓരോരുത്തരുടെ ജീവിതം കാണുമ്പോഴും ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് കാണുന്നു. മറ്റൊരു കാര്യം അച്ഛൻ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ക്ഷതം ഏറ്റെടുക്കുന്ന അങ്ങനത്തെ ഒരു ആളുകളുണ്ടാകുന്നു. അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് ആ ഒരു ഇതിലാണ്. ഒരുപക്ഷെ വാക്കുകളില്ലാതെ യേശുവിനെ പ്രസംഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് വളരെ വളരെ മനോഹരം. അച്ഛൻ ഈ ഒരു ആത്മാവിൻ്റെ നയിക്കലുകൾക്ക് വിധേയപ്പെട്ടാൽ ഈ ലോകം, അച്ഛൻ എന്നല്ല ഞാൻ പറഞ്ഞത്, അച്ഛനെ പോലെ എല്ലാവരും അൽമായരായിട്ടുള്ള നേതാക്കളും ക്രിസ്തീയ നേതാക്കളും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഇത്തരത്തിലൊരു ആത്മാവിൻ്റെ നയിക്കലുകൾക്ക് കുറേ കൂടി, ആത്മാവിന് നയിക്കപ്പെടുന്നവരല്ലെന്നല്ല, കുറേ കൂടി തുറവിയുള്ളവരാവുകയാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും, വലിയ മാറ്റങ്ങളുണ്ടാവും. അനേകം മിഷണറിമാർ ശക്തമായി ഇനിയും രൂപപ്പെടും. അച്ഛൻ്റെ ഈ ഒരു മിഷണറി തീക്ഷ്ണതയിൽ അച്ഛൻ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഒരുപക്ഷെ ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്കൊരു പക്ഷേ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാമായിരിക്കും. അച്ഛൻ്റെ ഒരു ജീവിതത്തിൽ ഒരുപക്ഷെ ഓരോ വഴിയിലും ദൈവപരിപാലനയുടെ ആ ഒരു നടപ്പാണ് അല്ലേ. അച്ഛൻ ഫ്രാൻസിസ് സേവ്യറിനെ വളരെ വാക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. വിശുദ്ധരോടുള്ള അച്ഛൻ്റെ ആ ഒരു അടുപ്പം നമുക്ക് മനസ്സിലാവും. പരിശുദ്ധ അമ്മ അത്തരത്തിലൊരു പക്ഷേ അനേകം വൈദികരുടെ ജീവിതത്തിലൊരു വഴികാട്ടിയാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ളൊരു മാധ്യസ്ഥത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനാ ജീവിതവുമായി ബന്ധപ്പെടുത്തി അച്ഛന് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഞാൻ ഇടയ്ക്ക് രൂപതാ വൈദികനാകാൻ വേണ്ടി ആഗ്രഹിച്ചായിരുന്നു. ഇടയ്ക്ക് കലോലിത്ത സഭ വിട്ടുപോകാം. പക്ഷേ ഇന്ന് ഞാനത് ദൈവം എന്നെ വിടുവിച്ചില്ല. ദൈവം ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടി ദൈവം ഇടപെട്ടു. ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഞാൻ കർമ്മലീത്താച്ചനാണ്. പ്രാർത്ഥനയുടെ സഭയാണ്. ഞങ്ങളുടെ വിശുദ്ധരെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്, മിസ്റ്റിക്സുകളാണ്. അപ്പോൾ ജോഷി മേറ്റിലച്ചൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, സഭ നിലനിൽക്കണമെങ്കിൽ മിസ്റ്റിക്കുകൾ ഇനി വേണം. അത് നിങ്ങളുടെ കാര്യമാണ്, നിങ്ങൾ ജീവിക്കണം. അപ്പോൾ ഞാൻ പരിശുദ്ധന്മാരുടെ പ്രവർത്തനം കണ്ടു തുടങ്ങിയപ്പോൾ ഞാനും ആക്റ്റീവാണെന്ന് എല്ലാവരും പറയുമ്പോഴും പല സമയത്തും ചിലപ്പോൾ രാത്രി പോയിരിക്കും, അവിടെ നിന്ന് ഉറങ്ങും. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ എൻ്റെ മുമ്പിൽ വന്നുപെടുന്നു. വീണ്ടും എന്നെ യുവജനങ്ങൾ പ്രാർത്ഥിപ്പിക്കുന്നു. കാരണം ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്നെ വിളിക്കുന്നു, അവിടെ കുർബാനയുണ്ട്, അവിടെ ആരാധനയുണ്ട്. അപ്പോൾ ഞാൻ പ്രിപ്പയർഡ് അല്ലെങ്കിലും, ഞാൻ അതിന് പ്ലാൻഡ് അല്ലെങ്കിലും ദൈവത്തിൻ്റെ കൂടെ ഇരുത്താൻ ദൈവം ഒത്തിരി അവസരം നൽകിയിട്ടുണ്ട്. വീണ്ടും ഈ ഒരു നീലക്കാപ്പയിൽ പൊതിഞ്ഞ അമ്മ എന്നെ സൂക്ഷിക്കുന്നു. കാരണം കർമ്മലീത്ത സഭയിൽ നിന്ന് വിട്ടുപോകാനുള്ള പല അവസരങ്ങളുണ്ടായിട്ടും ദൈവം അമ്മയുടെ മാധ്യസ്ഥം വഴി, കാരണം എൻ്റെ അമ്മയുടെ പ്രാർത്ഥന തന്നെയാണ്. എല്ലാ ദിവസവും 4 കൊന്ത രാവിലെ എഴുന്നേറ്റ് ചെല്ലുന്നു, പിന്നീട് ചെല്ലാൻ കുടുംബത്തെ പ്രേരിപ്പിക്കുന്നു, എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർമ്മല സഭയിൽ വന്നപ്പോൾ അമ്മയുടെ കൂടെ നടക്കാൻ അമ്മ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ 2ാം പേരെടുക്കാൻ ശ്രമിച്ചപ്പോഴും ആരെടുക്കണം? അപ്പോൾ യേശുവിനെ വേണം, എനിക്ക് ഔസപിതാവിനെ വേണം, മാതാവിനെ കളയാൻ പറ്റില്ല. ഐ ടുക്ക് ഹോളി ഫാമിലി ആസ് മൈ സെക്കൻഡ് നെയിം. കാരണം എനിക്ക് അമ്മയും ഔസപിതാവും യേശുവും കൂടെ വേണം. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം പല സമയത്തും പല നിമിഷങ്ങളിലും അമ്മ എന്നെ താങ്ങാനുണ്ടായിട്ടുണ്ട്. അമ്മയുടെ മുമ്പിൽ കുറേ നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിഷമ നിമിഷങ്ങളൊക്കെ പോയി മുട്ടുകുത്തി നിന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയൊക്കെയാണ് എന്നെ നയിച്ചിട്ടുള്ളത്. ഫ്രാൻസിസ് സേവ്യർ എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒത്തിരി ആത്മാക്കൾ നേടണം, ഇനിയും ഇതുപോലുള്ള വൈദികർ വേണം, യുവജനങ്ങളിലൂടെ കൂടെ നടക്കണം എന്ന് ഫ്രാൻസിസ് സേവ്യർ എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സകല വിശുദ്ധരും ഇപ്പോൾ മാലാഖമാർ നമ്മൾ അവരുടെ കൂടെ നൃത്തം ചവിട്ടാറുണ്ട് ഈ പ്രാർത്ഥനാ വേളയിൽ. ഇതൊക്കെ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ സാന്നിധ്യം അനുഭവിക്കാറുണ്ട്. ഇതെല്ലാം മുന്നോട്ട് നയിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ, ഔസപിതാവ്, ഈ വിശുദ്ധര് കൊച്ചുത്രേസ്യ, അമ്മ ത്രേസ്യ, യോഹന്നാൻ ക്രൂസ്, ഇതൊക്കെ കുറെ ചിന്തിപ്പിക്കുന്നു, എന്നെ കുറെ വളരാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തിരുക്കുടുംബം അച്ഛൻ എന്നും കൂട്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ പെരുമ്പടപ്പിൽ അച്ഛൻ്റെ ആ ഒരു മനോഹരമായ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയ അച്ഛൻ്റെ യാത്ര വളരെ ഭംഗിയായിട്ട്, ഒരുപക്ഷെ ആദ്യ നാളുകളിലെല്ലാം അപ്പച്ചനായിരുന്നു വലിയ പ്രചോദനമെന്ന് പറയുന്നു. പിന്നീട് അമ്മയുടെ കഷ്ടപ്പാടും അധ്വാനവും വേർപ്പുമാണ് അച്ഛനെ മനുഷ്യനാക്കിയതും അച്ഛനാക്കിയതും എല്ലാം. അത്തരത്തിൽ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതെല്ലാം ആ പെരുമ്പടപ്പിൽ നിന്ന് ഒരുപക്ഷെ ഈശോ കർമ്മലീത്ത സഭയിലെത്തി. കർമ്മലീത്ത സഭയുടെ ആ ആത്മീയതയും ആ ഫോർമേഷൻസും ഒക്കെ അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനം അത് തന്നെയാണ്. ബാക്കി ജീസസ് യൂത്തോ മറ്റൊക്കെ അച്ഛനെ സഹായിച്ചു എന്ന് പറയുമ്പോഴും അച്ഛൻ്റെ വാക്കുകളിൽ അതുണ്ട്. കാരണം അച്ഛൻ അവസാനം പറഞ്ഞല്ലോ, കർമ്മലീത്ത സഭയുടെ ആ കാരിസമായ ഒരു പ്രാർത്ഥിക്കുന്ന വൈദികനായി എന്നും ജീവിക്കാൻ അച്ഛന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ പ്രചോദനം മറ്റുള്ളവർക്കും പ്രചോദനമാവട്ടെ. കർമ്മലീത്ത സഭയിലൂടെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അടിയുറച്ച വൈദികനായ
ഷിബു അച്ഛനെ ഒരുപക്ഷെ ഒരു മിഷണറി മുഖം കണ്ടുപിടിക്കാൻ ജീസസ് യൂത്തും ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. യുവജനങ്ങളോടുള്ള അച്ഛൻ്റെ ഒരു അതിയായ സ്നേഹവും താല്പര്യവും ഒരു മിഷണറിയായി ജീവിച്ചൊടുങ്ങാൻ, ആത്മാക്കളെ നേടാൻ, ഒടുവിൽ ഒരുപക്ഷെ ഒരു സ്വാതന്ത്ര്യമില്ലാത്തിടത്ത് പോലും യേശുവിനെ എത്തിക്കാനുള്ള ആ ഒരു വലിയ തീഷ്ണതയാണ് അച്ഛനെ. ചൈനയെക്കുറിച്ചൊക്കെയുള്ള സ്വപ്നങ്ങൾ, ചൈനയിൽ അച്ഛൻ എത്തുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചൈനയെ പോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിൽ പോലും ഉണ്ട്. എവിടെയായിരുന്നാലും അച്ഛൻ്റെ ആ ഒരു മിഷണറി സ്വപ്നത്തിൽ ഒരു മിഷണറിയായി ജീവിച്ച് അവസാന ശ്വാസം വരെ ഈശോയോടുള്ള ആ ഒരു ഇന്നുള്ള അതേ വിശ്വസ്തത കാത്തു സൂക്ഷിച്ച് മിഷണറിയായി മരിക്കാൻ അച്ഛൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 എപ്പിസോഡിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒരു സാധാരണ കൊച്ചിക്കാരൻ്റെ ശൈലിയിൽ, ഒരു കർമ്മലീത്ത വൈദികൻ്റെ എല്ലാ ചൈതന്യത്തോടും കൂടി, ഒരു മിഷണറി വൈദികൻ്റെ എല്ലാ ചൂടോടും കൂടി അവതരിപ്പിച്ച ഷിബു അച്ഛന് ഷാലോം TV-യുടെ പേരിൽ, ജോഷുവ പ്രോഗ്രാമിൻ്റെ പേരിൽ ഒത്തിരി നന്ദി. താങ്ക് യു. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഇതാ സ്വർഗത്തിൻ്റെ സ്വരം കാതുകളിൽ മുഴങ്ങുന്നു. സകല ജനപദങ്ങളും ഇതാ രക്ഷകനായി ദാഹിക്കുന്നു. വൻകരകൾക്കപ്പുറം യേശുവിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നു. അനേകം വൈദികർ ഉജ്ജ്വലിക്കുന്നു. തിരുസഭ ഉണരുന്നു. അനേകം പ്രേഷിതർ ഇതാ വയലേലകളിലേക്ക് ഇറങ്ങുന്നു. ഇതാ ഈ വൈദികനും നമുക്ക് മാതൃകയാണ്. രക്ഷകന്റെ കുരിശിനു താഴെ ഒരു മെഴുകുതിരിയായി ഉരുകിത്തീരുന്ന പ്രേഷിത തീക്ഷ്ണത, വചനം വിളമ്പി നൽകുന്ന ആത്മീയ തീക്ഷ്ണത, പുത്തൻ ആശയങ്ങൾ തേടുന്ന പുതുകാലഘട്ടത്തിൻ്റെ തീക്ഷ്ണത, ഇതെല്ലാം ഷിബു അച്ഛനെ വ്യത്യസ്തനാക്കുന്നു. സുവിശേഷത്തിനായി ഒരു തിരിനാളമെങ്കിലും തെളിച്ചു നൽകുന്ന ജോഷുവായുടെ പിന്മുറക്കാർക്ക് പ്രണാമം. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.